ഓണപരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കാനാകാതെ അധ്യാപകർ സെൻസസ് ഡ്യൂട്ടിക്ക് പിന്നാലെ മഴ അവധികൾ കൂടി വന്നതോടെ ക്ലാസുകൾ നഷ്ടപ്പെട്ടതാണ് കാരണം. പരീക്ഷയ്ക്ക് മുൻപ് പാഠഭാഗങ്ങൾ എടുത്തു തീർക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അധ്യാപകർ. ജൂലൈ 1 മുതൽ 31 വരെ അധ്യാപകർ സെൻസസ് ഡ്യൂട്ടിയിലായിരുന്നു. ഇതിന്റെ ഭാഗമായി വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കേണ്ടി വന്നു. സ്കൂളിലെ ഡ്യൂട്ടിയിൽ നിന്ന് ഇളവെടുത്താണ് ഓരോ അധ്യാപകരും സെൻസസ് ഡ്യൂട്ടി നിർവഹിച്ചത്. ഇതോടെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കാൻ കഴിയാതെയായി. സെൻസസ് ഡ്യൂട്ടിക്ക് ശേഷം തിടുക്കത്തിലെങ്കിലും പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു അധ്യാപകർ. എന്നാൽ മഴ കാരണം കൂടുതൽ അവധി പ്രഖ്യാപിച്ചതോടെ പിന്നെയും പ്രതിസന്ധിയിലായി. പോർഷൻസ് പൂർണ്ണമായി കവർ ചെയ്യാൻ ഈ സെൻസസിൻ്റെ അധിക ഡ്യൂട്ടിയും അതുപോലെ ഇപ്പോൾ വന്നിട്ടുള്ള കാലാവസ്ഥ വെള്ളപ്പൊക്കവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധിക ലീവുകളൊക്കെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ കവർ ചെയ്യാനുള്ള പോർഷൻസ് ഒഴിവാക്കിക്കൊണ്ട് ടീച്ചേഴ്സിൻ്റെ ഒരു അധികാരം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ സ്വമേധയാ ചോദ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഈ അവർ പഠിപ്പിച്ച പോർഷൻസിൽ നിന്നും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഈ പരീക്ഷയെ അഭിമുഖീകരിക്കണം എന്നുകൂടിയുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് മുന്നോട്ട് വെക്കാൻ. 50% അധ്യാപകരും സെൻസസ് ഡ്യൂട്ടിക്ക് വേണ്ടി പോകേണ്ടി വന്ന സ്കൂളുകളും ജില്ലയിലുണ്ട്. ഇവിടെയെല്ലാം പരിഹാരമായത് പരിശീലനത്തിനെത്തിയ അധ്യാപകർ ക്ലാസ് എടുത്തത് കൊണ്ട് മാത്രമാണ്. പഠനത്തിൽ സമയ ലഭ്യത കുറഞ്ഞത് പ്രയാസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജൂൺ മാസത്തിൽ തന്നെ അധ്യാപക പരിശീലനത്തിന് അധ്യാപകർ സ്കൂളിൽ ട്രെയിനിങ് ടീച്ചേഴ്സ് വന്നതുകൊണ്ട് ഒരുവിധം പാഠഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 13 മുതൽ 20 വരെയാണ് ഓണപരീക്ഷ. എങ്ങനെയെങ്കിലും പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കാനുള്ള തത്രപ്പാടിലാണ് അധ്യാപകരിപ്പോൾ. പരീക്ഷ സെപ്റ്റംബർ മാസത്തിലേക്ക് മാറ്റിവെക്കണമെന്ന് ചില അധ്യാപക സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. പരീക്ഷ ആരംഭിക്കാൻ ഇനി 5 ദിവസം മാത്രമാണ് ബാക്കി. ചോദ്യപേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ പഠിപ്പിക്കാത്ത ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ എങ്ങനെ എഴുതുമെന്ന ആശങ്കയിലാണ് ഓരോ വിദ്യാർത്ഥിയും. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.